ഹലോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബാത്ത് പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബാത്ത് പൗഡറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഗോതമ്പ് പൊടി വേണം, കുറച്ച് കടലപ്പൊടി വേണം, കുറച്ച് പാൽപ്പൊടി വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ഇത്ര സാധനങ്ങൾ മതി. ഇതെല്ലാ വീട്ടിലും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊക്കെ ഈക്വലായിട്ട് എടുക്കണം. പിന്നെ ടേമറിക്ക് മാത്രം കുറച്ച് മതി കേട്ടോ. ആ കുറച്ചെടുത്താൽ എന്നാൽ തന്നെ അത്യാവശ്യം നല്ല കളറുണ്ടാവും. കുറേ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മഞ്ഞ കളറായി പോകും. അതുകൊണ്ട് അത് കുറച്ച് മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഏകദേശം ഈക്വലായിട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുന്നേ പാല്, തൈര്, മോര് അതൊന്നും ഇല്ലെങ്കിൽ സാധാ പച്ചവെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 50 മിനിറ്റ്സെങ്കിലും കുറയുന്നത് കൂടി അതിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചോ. അങ്ങനെ വെച്ചിട്ട് കഴുകി കളയുക, നോർമൽ വാട്ടറിൽ കഴുകി കളയുക. അപ്പോൾ ഇതിനോട് എന്താ നമുക്ക് ഗുണം എന്ന് വെച്ചാൽ നമ്മളെ ബോഡി നല്ല ബ്രൈറ്റാവും, സോഫ്റ്റാവും, ഡ്രൈനെസ്സൊക്കെ ഒരു പരിധി വരെ കുറയും. പിന്നെ ഇനിയിത് നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാലും നമ്മൾ എല്ലാ സാധനങ്ങളും എല്ലാവരും ബോഡിക്കും പറ്റണമെന്നില്ല. ചില ആൾക്കാർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തന്നെ എല്ലാ സാധനങ്ങളും പറ്റൂല. അതുകൊണ്ട് ചില ആൾക്കാർക്ക് മഞ്ഞളൊക്കെ അലർജി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുക കുറച്ചിടം. എന്നിട്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയോ എന്താണ് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷമാവും. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ കമൻറ്റിൽ ഇടുക. എന്നാൽ ഞാൻ അതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബാത്ത് പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഒരു നനവൊന്നുമില്ലാത്ത പാത്രം എടുക്കുക. പാത്രമോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ നനവുണ്ടായാൽ അത് പെട്ടെന്ന് കേടൊന്ന് പോകട്ടോ. അതുകൊണ്ടാണ് നനവില്ലാത്തതിന് എടുക്കണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് അതേ അളവ് തന്നെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ കുറച്ച് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലത് കസ്തൂരി മഞ്ഞളാണ്. ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം സാധാ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്തത്. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി, ഓവർ ആവണ്ട. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് ഉണങ്ങിയ ഒരു ബോട്ടിൽ ആക്കി സൂക്ഷിക്കുക. എടുക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കുക, ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ ഇത് ഒരുപാട് കാലം നിൽക്കും.